ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോയ അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ ഉച്ചകൾക്ക് എല്ലാം അലമ്പോ കുട്ടികളൊക്കെ ഉറങ്ങണം. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഒന്നും ചാർജ് വെക്കാണ്ട് ആകെ അലമ്പാക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. പുതിയ ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറെയും കുറച്ച് ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. സമയം എത്രയാണെന്ന് വെച്ചാൽ 6:30 ആയിട്ടുണ്ട്. ഒരു വാച്ചിൽ കളറാനെക്കുട്ടി ഇതിൽ കളർ ഇങ്ങനെ മാറ്റി തരും കേട്ടോ. കുട്ടികൾ പാസ്വേഡ് എടുത്ത് അടിച്ചടിച്ചടിച്ച് അതിൻ്റെ കാര്യം കട്ടപ്പം. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻട്രോ വേറെ വഴിയില്ലേ. ഫസ്റ്റ് ഞാൻ തപ്പി നോക്കുന്നത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അപ്പോൾ പോകുമ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് വന്നിട്ട് ചോറും ചെമ്മീൻ ബോളെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, അങ്ങനെ ഒരു ചെമ്മീൻ വടയും ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. കുറേ ചോറ് കഴിക്കാനാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. നമ്മൾ നാളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് സംഭവം. ഇതല്ല, ഇതുപോലത്തെ എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഈ കിച്ചണിലും ഒരെണ്ണം മറ്റേ കിച്ചണിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മുടെ എച്ച് ബേബി കയറി പൊട്ടിച്ചത്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി ശ്രദ്ധിക്കുക, ഈ പിടി ഇങ്ങനെ വെക്കാതിരിക്കുക. അപ്പം ഇവർക്ക് ഇതിലിങ്ങനെ കയറി ചവിട്ടി കയറാനേ ഈസി. അതാണ് ഇപ്പോൾ പറ്റിയത്. അപ്പം അതിൽ കയറിയിട്ട് ഇവിടെ ഫസ്റ്റ് ഇതിനെ പിടിച്ച് വലിച്ചിരിക്കുകയാണ്. ഇത് വലിച്ചുടനെ ഈ സാധനം ഇങ്ങനെ നീങ്ങി വരുമല്ലോ. നീങ്ങി വന്നതും ഇവിടെ എന്നെ വിളിക്കുന്നതും ഞാൻ നോക്കുന്നതും ഈ ബോട്ടിൽ താഴേക്ക് ബോംബ് പൊട്ടണ പോലെ വീണതും കറക്റ്റ് ആ ബോട്ടിലിൻ്റെ ഈ പീസസ്. ഇത് ചെറിയ ബോട്ടിലെല്ലാം എന്ത് അത്രയും സൈസ് ഉണ്ട്. ഈ സാധനം താഴെ വീണ് അതിൻ്റെ പുറത്തേക്ക് ഭയങ്കര ചില്ല്, ഇങ്ങനത്തെ ചില്ലാണ്, അതിൻ്റെ പുറത്തേക്കാണ് കുട്ടി വീണത്. ഭാഗ്യം കൊണ്ട് മാത്രം എനിക്ക് അവളെ തിരിച്ചു കിട്ടിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ കുട്ടികളൊക്കെ വന്ന് സന്തോഷിപ്പിച്ചത് കൊണ്ടായിരിക്കാം. എപ്പോഴും ഞങ്ങളിവിടെ ചുടുവെള്ളമാണ് കുടിക്കുക. കാരണം മലമ്പുഴ വെള്ളമാണ്. അപ്പം അത് തിളപ്പിച്ച് ആറിയിട്ട് കുടിക്കും കേട്ടോ. ഈ ബോട്ടിൽ ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ യൂസ്ഫുള്ളാണ്. അതിൻ്റെ കൂടെ തന്നെ ഡേഞ്ചറും ആണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇതുവരെ ഇത്ര കൊല്ലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്തോ അങ്ങനെ ഒന്ന് സംഭവിച്ചു. മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയുള്ളിയാണ് കുറേ വേണ്ടത്. പക്ഷെ ഞാനത് തലേദിവസം തൊലിച്ച് വെക്കണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കും, പക്ഷെ ചെയ്തിട്ടില്ല. അപ്പുറത്തെ കിച്ചണിലായിട്ട് ചെറിയുള്ളി കാര്യങ്ങളൊക്കെ ഓടി എടുത്തിട്ടായിട്ട്. ഇന്നലെ വലിയ ഡയലോഗായിരുന്നു, അഭിലിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു. എണിപ്പിച്ച് വിടാൻ മാത്രം എപ്പോഴും പറയും, എന്നാ എണിക്കൂല. നമുക്ക് വിളിച്ച് 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 ഒരു കാര്യമോ. ഈ ഡ്രസ്സ് എവിടെ നിന്നാണെന്നുള്ളത് പറയാട്ടോ. നല്ല റാണക്കുട്ടിക്ക് ഇഷ്ടമായിരിക്കുന്നു. കളറും നന്നായിട്ടുണ്ട്, ഒരു എലഗന്റ് റോയൽ ലുക്ക് ഉണ്ട്. ഞാൻ ആക്ച്വലി എന്തെങ്കിലും ഫംഗ്ഷൻ യൂസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷെ ഏതായാലും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് ഇതിട്ടിട്ട് പോകാൻ തീരുമാനിച്ചത്. എനിക്ക് ക്ലാസ്സിലേക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് കാണിച്ചു തരാം. ഹലോ ഹലോ, എനിക്ക് നിന്നെ അങ്ങനെ ഞാൻ ഉറക്കം കൊടുക്കില്ല. എന്തായിരുന്നു രാത്രി ഉറപ്പിക്കില്ല. എന്ത് നല്ല അനുസരണല്ലോ. അപ്പോൾ ഡ്രസ്സ് കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സ്, പിന്നെ വേറെ ഡ്രസ്സുകളുണ്ട്, മെറ്റീരിയൽ ഉണ്ട്. ഇത് വന്നിട്ട് എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നാണ്. അവർക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്. അവർക്ക് 2 പേജ് ഉണ്ട്. ഒരെണ്ണം ഇതുപോലെയുള്ള ചുരിദാർ, പിന്നെ ഫംഗ്ഷൻ യൂസിന് ഇടാൻ പറ്റിയ ചുരിദാറുകളൊക്കെ ഉള്ള ഒരു പേജും, മസ്ലിൻ ക്ലോത്ത്, അതുപോലെയുള്ള കോട്ടൺ ഒക്കെയുള്ള നല്ല അടിപൊളി മെറ്റീരിയലിൻ്റെ പേജുമാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു മെറ്റീരിയലാണ്. കാരണം നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ്. കേട്ടോ ഒരെണ്ണം. ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത്, പാൻറ് ബ്ലാക്ക്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സുകൾ നോക്കുമ്പോഴേ നല്ലോണം സൂക്ഷിച്ചൊക്കെ എടുക്കുള്ളൂ. കാരണം എനിക്ക് ചൂടെടുക്കാൻ പാടില്ല, മെറ്റീരിയൽ നന്നായിരിക്കണം, കാണുമ്പോൾ ഒരു എലഗൻ ലുക്ക് ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് സംഭവം അതിന് സൂപ്പറാണ്. അടിക്കാൻ കൊടുക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. ഇനി അടുത്തത് എനിക്ക് ഭയങ്കര നല്ലോണം അതുപോലെ ഇഷ്ടമായിട്ട് എടുത്തൊരു സംഭവമാണ് കേട്ടോ കാണിച്ചത്. ഇതൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ. ഇട്ട് അടിപൊളിയായിരിക്കും. ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ ഈ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഇട്ട് വേണ്ട ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കായിരിക്കും. അതിൻ്റെ ഷോള്, പാൻറ്, ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നന്നായിട്ട്
സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ യൂണിഫോം ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ. യൂണിഫോം ഉണ്ട്, പാൻറ്, കോട്ട്, ഷർട്ട്, വെള്ള ഷർട്ട്. ഇപ്പോൾ കോടതിൻ്റെ ഒരു യൂണിഫോമത്തിൻ്റെ ഏകദേശം ഒരു ഇതാണ്. അപ്പോൾ അത് കിട്ടുന്നവരെ നമുക്ക് കളർ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ട് പോകേണ്ടത്. ഇനിയിപ്പോൾ അടുത്തൊരു ഡ്രസ്സ്, അത് ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതും മെറ്റീരിയലാണ് കേട്ടോ. നെക്കിൻ്റെ പോർഷൻ മാത്രം ഇങ്ങനൊരു ത്രെഡ് വർക്ക് പോലെ വരുന്നുണ്ട്. പിന്നെ താഴെയും അതുപോലെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഫുൾ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ. നമുക്ക് ഫങ്ഷൻ യൂസിനും പാർട്ടി വെറൈറ്റൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ നല്ല സംഭവം. ഇതിൻ്റെ പാൻറ്റ് ആർക്കെങ്കിലും ഇതുപോലത്തെ ഡ്രസ്സുകൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി സാധനമാണ്. വിശ്വസിച്ച് വാങ്ങാനായിട്ട് പറ്റും. കുറേ ആയിട്ട് ഒരു സെയിൽ ചെയ്യുന്നതാണ്. നമുക്ക് പൈസ പോകുമോ അങ്ങനെയെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. നല്ല ആൾക്കാരാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. 2 പേജ് ഉണ്ട്. നോക്കുക, അവരുടെ പേജിൽ കയറുക, നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുക കേട്ടോ. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. കാരണം കുറേ ആയി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട്. എപ്പോഴും ഇഷ്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷനാണ്. ഇത് നല്ല കോട്ടണും കൂടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. എനിക്ക് തൊളിച്ചു തരാൻ ആരുമില്ല. ഞാൻ തലേ ദിവസം തന്നെ ഈ പറഞ്ഞ പോലെ കാത്താൻ തുള്ളി തൊളിച്ച് വെക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കൂലേ, ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ രാത്രിക്കുള്ള ഫുഡ് എന്തായിരിക്കും എന്നുള്ളത്. ഇതെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞാൽ ഷൂട്ടിങ് തീരൂല. അതുകൊണ്ട് റെസിപ്പി വൈസിൽ കാണുമ്പോൾ ഒരാൾക്ക് ഉപകാരപ്പെടുന്ന പോലെയുള്ള റെസിപ്പി വൈസിലാണ് കാണിക്കുന്നത്. അല്ലാതെ ഒന്നും ദോശ, ഇഡലി, നൂൽപുട്ട് ഇതൊക്കെ അവിടെ ഉണ്ട്. നമ്മളിത് പ്രൊഫഷണലി കൊണ്ടുപോകുന്നതല്ലേ, അപ്പോൾ കാണുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടണ്ടേ. അല്ലാതെ എൻ്റെ വീട്ടിൻ്റെ വിശേഷം മാത്രം ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മൈൻഡിൽ ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി കാണിക്കണം, അത് ആർക്കെങ്കിലും കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കണം എന്ന രീതിക്കും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ വിശേഷം മാത്രം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാര്യമായിട്ട്. നമ്മുടെ ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കാനും വേണ്ടിയിട്ട് അഗാറോൻ്റെ ഡിലൈറ്റ് ഇലക്ട്രിക് ഗ്ലാസ് വാക്വം ക്ലീനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ കൂടെ 360 മില്ലി സ്പ്രേ ബോട്ടിലോ കപ്പാസിറ്റി ഉള്ളത് വരുന്നുണ്ട്. അതുപോലെ 200 മില്ലി ക്ലീൻ വാട്ടർ ടാങ്കും കൂടെ വരുന്നുണ്ട്. നമുക്കിത് ഇതുപോലെ ഫിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇത് വന്നിട്ട് നമുക്ക് ഓൾ സ്മൂത്ത് സർഫേസ് സച്ചാസ്, അതായത് വിൻഡോ, മിറർ, ടൈൽസ്, ഷവർ ക്യൂബിക്കിൾസ്, അതുപോലെ വൈപ്പിംഗ് വിഡ്ത്ത് വന്നിട്ട് 28.3 സെൻറ്റിമീറ്റർ ആണ്. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വരും. വാട്ടർ ഡ്രോപ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാത്റൂം, നമ്മുടെ മിറർ, ടൈൽസ് എല്ലാം തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാനിത് ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ ഇതിലിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ എഫേർട്ടിന് കൊടുക്കാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 1 kPa സക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ 25 മിനിറ്റ്സ് നമുക്ക് സിംഗിൾ ചാർജിൽ ചെയ്യാനായിട്ട് പറ്റും. 1 ഇയർ വാറണ്ടി ഉണ്ട്. പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്യാം. 2 പേര് മുങ്ങി തിന്നാൽ മാത്രം വരട്ടെ, അപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴേ ഞാൻ ഏതായാലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ നെഗറ്റീവ് കമൻറ്റ് റിയാക്ട് ചെയ്യുകയാണെന്നുള്ളത് വിചാരിക്കരുത്. അത് ഫേസ് ചെയ്യുന്ന ഒത്തിരി ലേഡീസ് ഈ സമൂഹത്തിലുണ്ട്. അവർ ഈ നെഗറ്റീവ് കമൻറ്റ് മാത്രം ഇടാൻ വേണ്ടിയിട്ട് നട്ടലില്ലാത്ത ആൾക്കാരാണ്. ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. അത് നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1 മാസം, 2 മാസം, അല്ലെങ്കിൽ 3 മാസം, ചിലർ 4 ദിവസം, 5 ദിവസം ഒന്ന് ക്രിയേറ്റ് ചെയ്ത ഐഡിയ ആയിരിക്കും. അവർക്ക് അതാണ് ജോലി ആക്ച്വലി. അതായത് അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ കോളേജിലേക്ക് ഇവിടെ പോകുന്നത് ആണുങ്ങളെ കാണാനും വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡ് ഇത് വല്ലതും അറിയുന്നുണ്ടോ പാവം. ഈ വീഡിയോ ഞാൻ എൻ്റെ പ്രൈവറ്റ് ആയിട്ട് ഇട്ടിട്ട് ഇയാൾ പ്രൈവറ്റ് ആയിട്ട് വന്ന വീഡിയോ അല്ല. എൻ്റെ ഹസ്ബൻഡ് അറിയുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ പോരെ. കോമൺ സെൻസ് ഇല്ലാത്തൊരു കമൻറ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പരിതാപകരമായിട്ട് തോന്നി എന്താണെന്ന് പറയുമോ, അവരുടെ വീടുകളിലെ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെന്താ ആണുങ്ങളെ കാണാത്തതോ? ആണുങ്ങളെ കാണുമ്പോഴേക്കും ചാടി അയ്യോ ആണ് എന്ന് പറഞ്ഞിട്ട് വീഴാൻ എന്താ ലോകത്ത് ഇന്നവർ ആണുങ്ങളെ കാണാത്തവരാണോ നമ്മൾ? ഈ ആണുങ്ങളെന്ന് പറഞ്ഞത് അപൂർവ ജീവികളോ അല്ല കണ്ട അട്രാക്ഷൻ തോന്നാൻ വേണ്ടി മാത്രം എന്തോ സംഭവങ്ങളൊന്നും അല്ല. പക്ഷെ ഇവരുടെ വീടുകളിലുള്ള സ്ത്രീകൾ എനിക്ക് തോന്നുന്നു ആണുങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. ഇനി കാണുമ്പോഴേക്കും ഇതുപോലെ വല്ല ചാടിപ്പോകുന്നുണ്ടോ, ഇനി അതുകൊണ്ട് പറഞ്ഞതാണോ? പക്ഷെ അവരൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഒരു ബേസിക് നീഡായിട്ടുള്ള കാര്യം പോലും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ജയിലുകളിൽ അകപ്പെട്ട സ്ത്രീകളെ പോലെയായിരിക്കും അവരുടെ വീടുകളിലുള്ളവർ. നമുക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ആരും കൈകടത്തിയിട്ടില്ല. പക്ഷെ എന്തിനീ കുറച്ച് മനുഷ്യന്മാർ മാത്രം അതിനു വേണ്ടി ഇങ്ങനെ കിടന്ന് പാട് വന്നെന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ. ഞാനിത് തൊളിച്ചിട്ട് ഓടിയാണ്. അരി ഇടാതെയാണ് ഉള്ളി തൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം വിചാരിച്ച അരി ഇടണം എന്നിട്ടാണ് ഉള്ളിലേക്ക് നിൽക്കാനെന്നുള്ളത്.
പക്ഷെ ആക്ച്വലി അത് ഞാൻ മറന്നുപോയി. ഇന്നലെ മെഹറിൻ്റെ ഉമ്മാക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയുന്നു. ഇന്നലെ ക്ലാസ്സിൽ രാവിലെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ട്. അപ്പോഴാണ് മെഹർ അവിടെ ഇരുന്നിട്ട് മെല്ലെ പൊതി പൊട്ടിക്കുന്നത്. അവൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അവർ ലീവ് കഴിഞ്ഞിട്ട് മൺഡേ വരുന്നിട്ട് അവൾ നല്ല ഹൽവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവള് പെട്ടി പൊട്ടിക്കുമ്പോ എന്റെ പൊന്നു റന എന്നൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് നല്ല അടിപൊളി കല്ലുമ്മക്കായ, ഉന്നക്കായോ എന്താ എക്സ്പ്രഷൻ, എന്റെ ഫ്രണ്ടും കൊണ്ടുവരും അടിപൊളി കോഴിക്കോട് കല്ലുമ്മക്കായ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ. പിന്നെ ഉന്നക്കായ ഉണ്ടായിരുന്നു. കട്ട്ലേറ്റ് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഫുൾ ആൻഡ് ഫുള്ളി ചിക്കൻ ആയിട്ട്. പിന്നെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. സീരിയസ്ലി സൂപ്പർ ആയിരുന്നു. എന്നിട്ട് ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര. അപ്പൊ മെഹറിന്റെ ഉമ്മാക്ക് ബിഗ് താങ്ക്സ്. നീ ഇടക്കിടക്ക് കൊടുത്തോടും. പിള്ളേരോട് ആരെങ്കിലും പോയി കോഴിക്കോട് പോയിട്ട് വരാൻ. ഓ എന്റെ ഫ്രണ്ട് എന്ന് ചെന്നൈന്ന് വരുന്നുണ്ട്. അവള് കൊറേ ഹൽവ മേടിച്ചിട്ട് വരാം, അത് മേടിച്ചിട്ട് വരാം, ഇത് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടായിരുന്നു. വൈകുന്നേരം വന്ന് ഞാൻ കഥ പറയാം. ആയിക്കോട്ടെ. 4 ദിവസം ചെന്നൈ പോയി രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം തല്ലൂടി കഥ പറയലാണ് ഇപ്പോഴത്തെ മെയിൻ ഞങ്ങളുടെ ഹോബി. ശരിട്ടാ, ഓടിട്ട് വരാം. പുണ്യം കിട്ടണല്ലോ തന്നെ എനിക്കിതൊന്നും തൊലിച്ചു തരുന്നത്. ഒരു 5 മിനിറ്റ് എനിക്ക് സമയമില്ലാത്തോണ്ടാണ്. നീ അതിനുശേഷം പോയിക്കോ. ഞാൻ അപ്പോഴേക്കും അരി ഇടാ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. സാധാ അരിയില് ചോറ് മതിയല്ലോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്നറിയോ, ഒരു ദിവസം നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് എപ്പോൾ പൊതിച്ചോറ് ഞാൻ ചോദിക്കുന്നത് കുട്ടികളെ. അതെപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കി തരും. എന്റെ സമയവും കാലവും ഒക്കെ അനുസരിച്ച്. ഓക്കെ. ഞാൻ ഓടാൻ പോണ്ട, എന്നെ ഇവിടെ പിടിച്ച് നിർത്തി. നല്ല കുട്ടിയല്ലേ, അള്ളാ നിനക്ക് കൂലി തരും എന്നെ സഹായിച്ചാൽ. നിന്നെ സ്വർഗത്തിലേക്ക് അയക്കും. പറഞ്ഞ സോപ്പിട്ട് വെക്കണം. എന്നിട്ട് എത്ര പ്രാവശ്യം എന്റെ മോളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓടാൻ പോവാണ്ട് അമ്മയ്ക്ക് വേണ്ടി എന്നെ ഓടാൻ സാക്രിഫൈസ് ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതാ ഞാൻ പറഞ്ഞത് നീ നല്ല മോളാണ്. എടാ ഹായനെ വാ, നല്ല മോനാവുക. ഇത്രേ അത് ചെമ്മീന്റെ ആണ്. പിന്നെ കിട്ടിയില്ല തന്നില്ല എന്നൊന്നും പറയണ്ട. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ കൊണ്ടുപോകും. എന്റെ ഉള്ളിൽ അസൂയ പുറത്തെണീറ്റിരിക്കുകയാണ്. ഭയങ്കര കുശുമ്പത്തിയാണ് ഇപ്പൊ. ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് പോയി മുറിച്ച് തരാൻ പറയാം. അവർക്കല്ലേ കൊണ്ടേ കൊടുക്കാൻ പോണ്. എടി അവരിതൊക്കെ കാണൂട്ടോ, നിന്നെ പ്രാകും. ഹയ മുങ്ങി നോക്ക്, വിളിക്കവനെ. ലെറ്റർ അവിടെ. ഉപ്പിടാം. മറ്റേ ഉപ്പ് കാണാനില്ല. അപ്പോൾ ഞാൻ പിങ്ക് സോൾട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. ചോറ് തൽക്കാലം താളിക്കാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല. വെറും ചോറ് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിങ്ക് സോൾട്ട് എങ്ങനെ ഉണ്ടാവും കാണിച്ചു തരാം. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ഒരു വയസ്സാങ്കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ മക്കളെയൊക്കെ വിട്ടിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്? അതിൽ മെയിനായിട്ട് ഇവർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ പഠിക്കുന്നതോ ഒക്കെ എന്തിനു വേണ്ടിയായിരിക്കും? നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമുക്കൊരു ഏണിങ്സ് എന്നുള്ളത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് വരുമാനമുണ്ട്, നല്ല വരുമാനമുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്തിന് ഇനി വേറൊരു പഠനം എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യൂലേ, നമ്മുടെ പൈസ. ഇപ്പോൾ സ്ഥലം വാങ്ങാം അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങുക, അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാനും നമ്മൾക്ക് ഉപകാരപ്പെടാനും വേണ്ടിയിട്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നിലാണ്. എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ അറിവ് കൂടുതലാക്കുക, അതെനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടാനും വേണ്ടിയിട്ട് എന്നിലേക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എൻ്റെ ഭാവിയിലുള്ള എൻ്റെ ജീവിതത്തിലും എല്ലാറ്റിലും മൊത്തത്തിലൊരു ഡെവലപ്മെൻറ്റ് വരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് എൻ്റെ സംസാരത്തിലൊക്കെ വ്യത്യാസം വരും. ഞാനിപ്പോൾ തന്നെ അല്ല, ഞാൻ ഓൾറെഡി പഠിക്കാൻ ക്ലാസ്സിന് പോണതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, ഞാൻ മാറാനും വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ സെൽഫ് ഡെവലപ്മെൻറ്റ്. അത്
ആണുങ്ങൾക്ക് മാത്രമുള്ളതോ അല്ലെങ്കിൽ കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമുള്ളതല്ല. നമ്മൾ ഓരോ ഹ്യൂമൻ ബീങ്സിനും ഏജ് അതിനൊരു ബാരിയർ അല്ല, മക്കൾ അതിനൊരു ബാരിയർ അല്ല. ഇതാരും നമുക്കൊരു തടസ്സമല്ല. നമ്മൾ തീരുമാനിക്കുക നമുക്ക് താല്പര്യമുണ്ടോ. നമുക്ക് വീട്ടിലിരുന്നിട്ട് സുഖമായിട്ട് ജീവിക്കാനാണ്, ഒരുപാട് റിസ്ക് ഒന്നും എടുക്കണ്ട, ഹസ്ബൻഡ് സമ്പാദിച്ചു കൊണ്ടുവന്നിൽ ജീവിക്കാനാണ് താല്പര്യമുള്ളതെങ്കിൽ അവരതാണ് ചെയ്യേണ്ടത്. അതാണ് അവരുടെ സന്തോഷം, അവരുടെ സ്വാതന്ത്ര്യം, അത് അവർ ചെയ്യണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് വേണമെന്ന് തോന്നി, ഞാൻ അതിലേക്ക് ഇറങ്ങുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ആരെയും ഫിനാൻഷ്യലി കഷ്ടപ്പെടുത്താതെ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പെട്ടെന്നൊരു തീരുമാനത്തിൽ ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല, കൊല്ലങ്ങളായിട്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത്. കാരണം എൻ്റെ ഒരു ആവശ്യത്തിനും വേണ്ടി മറ്റൊരാളുടെ അധ്വാനത്തിനെ യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ളവരുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് എന്നിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇപ്പം എൻ്റെ ടൈമും എൻ്റെ പൈസയും എല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് സ്വന്തം ഒരു ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ പേരുണ്ട്. അവർക്ക് കുറച്ചെങ്കിലും ചെറിയൊരു മോട്ടിവേഷൻ, നമ്മൾ എന്തിനു പഠിക്കുന്നു, ഇത്രയും ഏജ് ആയതിനു ശേഷം പഠിക്കുമ്പോൾ ഈ നാട്ടുകാരോട് ഞാൻ എന്ത് പറയും എന്ന് ചിന്തിക്കുന്നവർക്കൊരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. ആണോ? സൂപ്പറായിട്ടില്ലേ? അതാണ് പഠിക്കാൻ പോയുള്ള ഗുണം. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ ചേഞ്ച് വരും. കാരണം എൻ്റെ സറൗണ്ടിങ്സ് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് ഉണ്ടാവും എൻ്റെ സംസാര രീതികളും എല്ലാം. ഇത്രയും കാലം ഞാൻ കിച്ചണായിരുന്നു, അപ്പം എൻ്റെ വായിൽ കത്തി അങ്ങനത്തെ കാര്യങ്ങൾ, ഉള്ളി, ചമ്മന്തി, ചോറ്, കറി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ വ്യത്യാസം ഉണ്ടാവും. എത്ര മണിക്കാകുമ്പോൾ വരും നിങ്ങൾ? 7:30 ആക്കണ്ട റന, ഇവിടെ തന്നെ അല്ലേ? പിന്നെ ഇവിടെ മൈദ എന്തൊക്കെ പോകണ്ട കേട്ടോ, അവിടെ ഓടിയാൽ മതി. എന്തൊരു കഷ്ടാണ്. ശരി, വേഗം വന്നിട്ട് ഹയാൻ ട്യൂഷൻ ഉള്ളതാണ്, വേഗം വന്നിട്ട് കുളിക്കണം. വേഗം വിളിച്ചിട്ട് വാ. നിങ്ങളുടെ കയ്യിൽ ഫോണില്ലാത്തതാണ്, എൻ്റെ വാച്ചും കൊണ്ടാ പോണത്. നല്ല എൻ്റെ മോളെ അതിന് എന്തെങ്കിലും സംഭവിച്ചത്, നീ വീണ് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞിട്ട് വന്നാൽ എനിക്ക് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ചൂടെടുക്കുമോ എന്നുള്ള ഒരേ ഒരു ടെൻഷനാണ് ഉള്ളത്. നമുക്ക് നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് കഴുകി, ചെറിയുള്ളിയാണ് കേട്ടോ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ എഡ്യൂക്കേഷൻ എന്നുള്ളത്. നമ്മൾ വേറെ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അത് നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ തീർന്നു പോകാനോ ചാൻസ് ഉണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്നും ആർക്കും തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനോ തീർന്നു പോകാനോ ഒന്നിനും പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ ചിലർ ആലോചിക്കും, എന്തിനാ ഈ സമയത്ത് ഇത്രയും വയസ്സായതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ നേരത്തെ ചെയ്താൽ പോരെ എന്നുള്ളത്. അതെന്താ ഈ സമയത്ത് ചെയ്താൽ? ഒരു സംഭവം കേട്ടിട്ടുണ്ടോ, നാളെയാണ് ലോകം അവസാനിക്കണമെന്ന് അറിഞ്ഞാലും ഇന്നൊരു മരം നടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെന്താണെന്നൊന്നും ഞാൻ പറയില്ല, പിന്നെ ദീന് കലർത്തിയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പറയും. നമുക്ക് ചെമ്മീൻ എടുക്കാം, ഞാനൊന്ന് വാഷ് ചെയ്യട്ടെ. ചെമ്മീന് സ്മെല്ലടിക്കും ശരിയാണ്, പക്ഷേ ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഇതെന്ത് കാണിക്കണം ചിന്തിക്കുന്നുണ്ടാവൂലേ. ആപ്രോൺ കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോൾ പ്രാഗുണ്ടാവും, അവൾക്ക് വേറെ പണിയില്ലേന്ന് ആരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആപ്രോണൊക്കെ ഷോപ്പിൽ പോയി തന്നെ വാങ്ങണമെന്നുണ്ടോ, ഓൺലൈനിൽ ഓർഡർ ചെയ്തോടെ എന്നുള്ളത്. അത് ചിന്തിക്കാനുള്ള ബോധം പോലും സത്യം പറഞ്ഞിട്ടില്ല. കുറച്ച് റിസ്ക് ആണ് നമ്മൾ ഇതുമായിട്ട് ഈ ഒരു ലൈഫുമായിട്ടൊന്ന് അഡാപ്റ്റായി വരാനും വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ദേഷ്യമൊക്കെ വരുന്നുണ്ട് ചില സമയങ്ങളിൽ, ക്ലാസ്സിൽ നിന്നാണെങ്കിലും ഒക്കെ. പിന്നെ ചില കാര്യങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യത്തിന് മറുപടി തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ നല്ല രീതിക്ക് ജീവിക്കുമ്പോൾ പല രീതിയിൽ അസൂയാലുക്കൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കാണിക്കുമ്പോൾ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ തകർക്കാനും വേണ്ടിയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് എനിക്കറിയാം. കുറച്ച് മീൻസ് ഒന്ന് സ്പെഷ്യലി ഒരു ടൈപ്പ് ഒരു സാധനമുണ്ട്. ഇപ്പം എനിക്ക് പേടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ജീവിതാനുഭവങ്ങൾ നമ്മൾ ഒരുപാട് പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. അതുകൊണ്ടാണ് പല സാധനങ്ങളും ഞാനിപ്പോൾ ഓപ്പൺ ആയിട്ടൊന്നും പറയാത്തത്. നിങ്ങളിൽ പലരും പറയാറില്ലേ കുറേ പ്രൈവസി ഒക്കെ വേണം, എല്ലാം പറയാൻ പാടില്ല. അതെ, ഞാൻ ആ പ്രൈവസി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അതുകൊണ്ട് വേറെ ഒന്നുമല്ല. അല്ലാതെ എനിക്കിപ്പോൾ എല്ലാം ഞാനിങ്ങനെ എന്തോ അങ്ങനെ കാണിക്കാനൊന്നും വേണ്ടിയിട്ടില്ല. എല്ലാവരും കണ്ടാൽ തന്നെ അറിയാലോ, മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ പറയൂല എന്നുള്ളത് ഒരു തീരുമാനം എടുത്തൊരു കാര്യമാണ്. നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി കൊടുത്തിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ചിലർ മറുപടി കൊടുക്കണ്ടെന്നൊക്കെ പറയും. ആക്ച്വലി ചിലർക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ തെറ്റ് അവർ വീണ്ടും പലരോടും പോയി ആവർത്തിക്കും. അത് തെറ്റാണെന്നുള്ളത് നമുക്ക് അറിയിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന തെറ്റല്ല. ഇതുപോലെ സാധനങ്ങൾ തൊട്ടാൽ ഇടക്കിടക്ക് ഞാൻ കൈ വാഷ് ചെയ്യുന്നുണ്ട്, സ്മെല്ലടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്, അതിലാണ് നമ്മുടെ അടുത്ത പരിപാടികൾ. നമുക്ക് ഇതിൽ ചെയ്യാം, ഇതാവുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ മിക്ക ദിവസങ്ങളിലും എൻ്റെ മെയിൻ ഫുഡ് പപ്പായ. ഒരു 3 പച്ചമുളക് ഇപ്പെടുത്താലോ, 4 വേണോ?
ഇരിക്കട്ടെ. ഓരോന്നും സെപ്പറേറ്റ് ക്രഷ് ചെയ്ത് മാറ്റിയേക്കാം. ഫസ്റ്റ് ഞാൻ ചെറിയ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. കാരണം ഒരുമാതിരി മാവ് മാതിരി ആയിക്കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റ് തോന്നൂല കേട്ടോ. അപ്പോൾ സാധാരണ ചെമ്മീൻ വെറുതെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്ത് നോക്കണം. ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇത് ഫസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് മാവ്, ദോശ ഇടാനുള്ള മാവ്. നല്ല പച്ചമുളകിൻ്റെ മണം മൂക്കിലേക്ക് കുത്തി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചെറിയ ചെമ്മീനൊക്കെ കിട്ടൂലേ, അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് ഉണ്ടാക്കാം. ഇന്നും ഇച്ചു ബേബീനെ അമ്മാൻ്റെ അവിടെ കൊണ്ടുവിടാനാണ് കേട്ടോ പ്ലാന്. ഇന്ന് ആള് ലീവാ, അതുകൊണ്ട് അമ്മാൻ്റെ അവിടെ കൊണ്ടുവിടണം. പിന്നെ അവൾ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പൊന്നല്ല. അവൾക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവളങ്ങനെ വെറുതെ അങ്ങനെ ഇരുന്നോളും. ഞാനില്ല എന്നുള്ള വിഷമം സത്യമായിട്ടുണ്ടാവും, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അല്ലല്ലോ 24 hours ജീവിക്കുന്നത്. അവരവരുടെ കാര്യങ്ങളും നോക്കി പോകൂലേ. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളും കുറച്ച് നമ്മളും ചെയ്യണം. അതിൽ അവരുടെ ബേസിക് നീഡ്സ് ഒന്നും നമ്മൾ കളയുന്നൊന്നും ഇല്ലല്ലോ. കുട്ടികളുടെ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് വീട്ടിലിരുത്തിക്കുന്നതും നമ്മൾ സ്വയം ഇരിക്കുന്നതും അത് നമ്മുടെ പൊട്ടത്തരം മാത്രമാണ്. ആണുങ്ങളെ നമ്മൾ അങ്ങനെ പറയുമോ? ഈക്വൽ ബാധ്യതയില്ലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മക്കളെ നോക്കാനുള്ള ഈക്വൽ ആയിട്ടുള്ള ബാധ്യതയുണ്ട്. നമുക്കാണ് കൂടുതൽ കെയർ, കാര്യങ്ങൾ, പാൽ കൊടുക്കണം, അങ്ങനത്തെ സംഭവങ്ങൾ. അത് കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമുക്കിനി നമ്മുടേതായിട്ടുള്ള ജീവിതം നമുക്ക് നടത്താം. പുതിന ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില മെയിൻ ഒരു ഫാക്റ്റാണ്. മല്ലിയില ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കാനേ പറ്റൂല. ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം. പക്ഷെ മല്ലിയില ഇല്ലാതെ തോന്നും ഞാൻ കുടുങ്ങി. എനിക്ക് ആവശ്യമുള്ള സാധനം ഏതെങ്കിലും ചിലപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ആകെ കൊടുക്കും. അപ്പോൾ പുതിയൊരു സംഭവം വരാൻ പോകുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന പോലെ ഒരു പുതിയൊരു സംഭവം. അത് വന്നതിന് ശേഷം എന്താണ് ഏതാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എപ്പോഴും ഒരാളെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ ഇതാക്കാതെ പെട്ടെന്ന് നമുക്ക് ഈ സൊമാറ്റോ ഒക്കെ പോലെ സാധനങ്ങൾ എത്തുക എന്നുള്ളത് സൂപ്പറല്ലേ. മല്ലിയില പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. നല്ലതാ വീട്ടിൽ കറിവേപ്പില ഉള്ളത്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ മരുന്നടിച്ച് വരുന്നൊരു സംഭവമാണ് കറിവേപ്പില എന്ന് കേട്ടിട്ടുണ്ട്. എൻഡോസൾഫാനൊക്കെ ഇല്ലേ, അതല്ലേ ആണെന്ന് തോന്നുന്നു. ചോറൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അമ്മാൻ്റെ കാല് ഞാൻ അന്ന് വീണതില്ലേ, എനിക്ക് നല്ല എട്ടിൻ്റെ ഇതിൽ അന്ന് വീണതില്ലേ. ഇച്ചു ബേബീനെ അപ്പി എഴുകാൻ പോയിട്ട് ഒരുമാതിരി സ്ലൈഡിൽ നിന്ന് ഉരുതി ബ്ലാക്ക് തണ്ടർന്നോ വീഗാലാൻഡെന്നോ പോണ പോലെ വീണു. ബാത്റൂമിൻ്റെ പുറത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ഉള്ളിൽ പോയി പെട്ടൊക്കെ തോന്നുന്നു. ഡോക്ടറെ അടുത്ത് പോയില്ല. എനിക്ക് തോന്നുന്നു ചെറിയ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. പോകാത്തോണ്ട് ഇത്ര ദിവസമായിട്ടും മാറിയിട്ടില്ല ഗൈസ്. നല്ല വേദന ഉണ്ട്. ആവശ്യത്തിന് ഉപ്പിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഭയങ്കര പേടിയാണ്. കൂടുവോ. ഇതിൻ്റെ കൂടെ ഇത് ഒന്ന് ബൈൻഡായി കിട്ടാനും വേണ്ടിയിട്ട് ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാം, ഇവിടെ പൊട്ടുക്കടല എന്നൊക്കെ പറയും, പൊരിക്കടല അങ്ങനെ എന്തോ സംഭവം, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ജീരകം ഇടുന്നുണ്ട്. പണി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ചോപ്പറിൽ ഈ പരിപാടി നടക്കൂലെന്ന്. ബെസ്റ്റ്. അപ്പം ഞാനത് പൊട്ടിക്കും. ഒന്ന് വിടുമോ? അത് ഒരു സൈഡ് മാത്രം ലോക്കായി. എന്തെങ്ങനെ അവിടെ എനിക്കിത് സെറ്റ് ആവണില്ല. മിക്സി തന്ന പണി. ഹായ് ഗൈസ്. അപ്പോൾ ഈ പച്ചമുളകില്ലേ, ആ സംഭവം കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉള്ളി പച്ചമുളക് നേരത്തെ നമ്മളാക്കിയത്. അല്ലോ ഓടാൻ പോയവരൊക്കെ ഓടി വന്ന് ഫലാഫല് പോലെയൊക്കെ ആക്കാൻ നോക്കിയതാണ്. ഇപ്പോൾ 8ൻ്റെ പണി കിട്ടി. മിക്സി ജാറ് പണി തന്നു. കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നീ പൊരിക്കേണ്ടി വരും കേട്ടോ. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പൊരിച്ചിട്ട് ഞാൻ പോവുകയാണ്. നട്ട്സിൻ്റെ പൗഡറാണ് കേട്ടോ. റിച്ചായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഗ്ലൗസ് ഇട്ട് ചെയ്യേണ്ടതാണ് അറിയാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്കത് ഉരുട്ടി വെക്കാം. എന്നിട്ട് എടുത്ത് കടപടാന്ന് കൊടുക്കുക. എണ്ണ തേക്കുന്നുണ്ട്. പ്ലേറ്റിൽ ആദ്യം എണ്ണ തേച്ച് വെക്കുന്നു, കയ്യിൽ തേക്കുന്നു. നമുക്ക് ഉരുണ്ടാക്കിയിട്ടും എടുക്കാം, അതല്ലെങ്കിൽ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടും ഇതുപോലെ വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇത്തിരി എണ്ണ ആക്കി തന്നാൽ മതി. ഇതാ ഞാൻ ഇവിടെ വെച്ചിട്ട് വൃത്തിയായിട്ടാ സ്പ്രേ ചെയ്യണ്ട. അമ്മ കാണിക്കും ആരെങ്കിലും. കഷ്ടം. എൻ്റെ മുഖത്തേക്ക് അത് കറക്റ്റ് മൂക്കിൽ. നല്ല ടേസ്റ്റ് ഉണ്ടാ. അത് ഉഴുന്നല്ല, അതിനൊരു പേരുണ്ട്, പൊട്ടുക്കടല എന്ന് പറയും. അതന്നെ മിക്സി തന്ന പണിയാണെന്ന് പറഞ്ഞു. ഇന്ന്
ഇവിടേക്ക് ഉച്ചക്കിലേക്കും ഈ സംഭവമാണ് കേട്ടോ. നാഷ്ട, ദോശ, ചമ്മന്തി അല്ലെങ്കിൽ ഇഡ്ഡലി. ഇതിൽ കുറച്ച് ചാട്ട് മസാലയും കൂടെ ഇട്ടിട്ട് കൊണ്ടുപോയാലുണ്ടല്ലോ. ചില ആൾക്കാർക്ക് ഇത് ഗ്യാസ് ആയിരിക്കും. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പപ്പായ. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വയറൊക്കെ ഇവിടുത്തെ ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തൊരു കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തതായിരുന്നു. അത് ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വയറ് പോകുന്നില്ലേ, അത് മൊത്തം എന്തായെന്നുള്ളത് അറിയില്ല. എൻ്റെ ചുച്ചുക്കുട്ടി 2-3 ദിവസമായിട്ട് സമരത്തിലാണ്. സ്പെഷ്യൽ വേണം, എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കി തരാത്തത് എന്ന് പറയാം. എപ്പോഴും ഇഡലി ദോശ എന്ന് പറയുന്നത് 2 ദിവസം കഴിക്കുമ്പോഴേക്കാണ് ഈ അവസ്ഥ. പച്ച കളർ അധികം വന്നിട്ടില്ല, ഇതിനേക്കാളും പച്ച കളർ വരും. കാരണം മല്ലിയില കുറച്ചും കൂടെ വേണം കേട്ടോ. നമ്മുടെ ചുച്ചുക്കുട്ടിക്ക് ഇടയിൽ കൂടെ പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് വരാം. എൻ്റെ കൂടെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വേഗം റെഡിയായി വരുന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ് എന്നെ കൊണ്ടുവിടാൻ. ഇല്ല ചിച്ചു, നല്ല കുട്ടിയാണ് എൻ്റെ മോള്. ഇത് ഹെയ്സൂൻ്റെ കൊടുക്കണം കേട്ടോ. ഓടരുത്, പിടിക്ക്. നല്ല രസമല്ലേ കാണാൻ? ഇപ്പം ഇക്കാൻ്റെ വായിന്ന് ചീത്ത കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഹെയ്സുക്ക്, ഇത് ചുച്ചുക്ക്, നിനക്ക്, ഹയാൻക്ക്, എൻ്റെ ക്ലാസ് ഫ്രണ്ടിന്, എനിക്ക്. അപ്പോൾ സെറ്റല്ലേ? വെള്ളം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ പിന്നെ നാളത്തേക്ക് വാട്ടർ ബോട്ടിൽ. ണ്ട് അവിടെ അങ്ങോട്ട് ഓട്ടോ വിളിച്ചിട്ട് പോവാന്നുള്ള ധൈര്യം വന്നിട്ടാ. എന്റെ ഫോണ് മറ്റു ഫോണോടെ. അപ്പൊ ശരി ഗൈസ്, ഇൻഷാല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ഇൻഷാല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. കള്ളി നീനല്ല നേരത്തെ കുറിച്ച്. അപ്പോൾ രാത്രി എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നില്ലേ? ഇതേ പിടിച്ചു ഞങ്ങളുടെ ചോറിനുള്ള കൂട്ടാൻ. ഇന്ന് രാത്രിക്ക് ഇഡലിയും എന്തൊക്കെയോ ആണ് ഗൈസ്. റന ഇവിടെ കുണ്ടത്തിന്റെ മേലെ കയറി ഭക്ഷണം കഴിക്കാം. ബേബി എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? അമ്മ തിന്നോ? സീരിയസ് ആയ ചിന്തകളിലാണ്. സമയം 7:02. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഠിക്കാൻ പോവാൻ. ചൂടുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം.